തന്നെ ബി.ജെ.പിയുടെ നേതാക്കൾ ഉൾപ്പെടെ വരുമ്പോൾ കേന്ദ്രമന്ത്രി 15-ാം തീയതി വരുമെന്ന് പറയുന്നു. കേന്ദ്രമന്ത്രി ചെയ്തു. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ വേട്ട നടത്തുന്നതിനെക്കുറിച്ച് കൂടി ഇവർ ആ സമരപന്തലിൽ വെച്ച് പറയാൻ തയ്യാറാകേണ്ടതുണ്ട്. ഉറപ്പായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ആണെന്ന പേരിൽ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ അത്തരം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർ സമൂഹത്തിനോട് പറയേണ്ട ചില പാഠങ്ങളുണ്ട്. അത് ഗ്രഹാം സ്റ്റുവേർഡ് സ്റ്റെയിൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വാൻ സ്വാമിയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാനം എൻ്റെ കൂടി നാട്ടിലാണ് ഫാദർ ഡേവിഡ് ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അതിക്രൂരമായി ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ടത്. ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ടതിൻ്റെ വേദന ഉണങ്ങും മുമ്പ് ഒറീസയിൽ ആക്രമണത്തിന് വിധേയമായി. ഒരു കാരണവശാലും ബി.ജെ.പി. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ഏതെങ്കിലും മതന്യൂനപക്ഷങ്ങളോടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള സഹായമല്ല. ഇപ്പോൾ 2ാം വകുപ്പ് ഭേദഗതി നടത്തി എന്നാണല്ലോ ഇപ്പോൾ വാദിക്കുന്നത്. അതായത് മുൻകാല പ്രാബല്യമില്ലാത്ത വിധത്തിലൊരു ഭേദഗതിയായി ഇത് മാറുമോ എന്ന നിയമസംശയത്തിൻ്റെ മുമ്പിൽ അവർ പറയുന്നത് 2ാം വകുപ്പിൻ്റെ ഭേദഗതിയിലുണ്ട്. 2ാം വകുപ്പിൻ്റെ ഭേദഗതി ആ ഭേദഗതിയിലെ 3ാമത്തെ ഇനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഭേദഗതിയുടെ ഏറ്റവും അവസാനം എന്താ? സിമിലർ ടു ദ വഖഫ് പ്രോപ്പർട്ടി. എന്തിനാണ് സിമിലർ ടു ദ വഖഫ് പ്രോപ്പർട്ടി? വഖഫ് പ്രോപ്പർട്ടി എന്നങ്ങ് പറഞ്ഞുകൂടെ? വഖഫ് പ്രോപ്പർട്ടിക്കു സമാനമായ നാളെ പല വിധത്തിലുള്ള കോടതി വിധികൾക്കും നിയമ പരിജ്ഞാനമുള്ളവരുടെ ജുഡീഷ്യൽ വെറ്റിങ്ങിനും വിധേയമാക്കുമ്പോൾ യഥാർത്ഥ കാര്യം മനസ്സിലാവും ആളുകൾക്കെല്ലാം. അപ്പം മതന്യൂനപക്ഷങ്ങളോട് അതിക്രൂരമായി രാജ്യത്താകമാനം ആക്രമിക്കുകയും മതന്യൂനപക്ഷങ്ങളുടെ ഞാൻ ബഹുമാനപ്പെട്ട അവിടുത്തെ വികാരി ജനറൽ കൂടിയായിട്ടുള്ള ഈ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട അച്ഛനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു, വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം പറഞ്ഞത് ഇത് ആദ്യത്തെ അനുഭവമല്ല അവിടുത്തെ ഈ പുരോഹിതന്മാർക്ക്. ഇതിനു മുമ്പ് മണ്ഡല എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു പള്ളി ഇവർ തന്നെ ഉണ്ടാക്കിയപ്പോൾ മണിക്കൂറുകൾക്കകം ആ പള്ളി പൊളിച്ചത് ഇതേ അക്രമകാരികളാണ് എന്നവർ പറയുന്നു. അപ്പോൾ സ്ഥായിയായി നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളുടെ നേരെ കിരാതമായ ആക്രമണം നടത്തുന്നവർ കേവല രാഷ്ട്രീയ മുതലെടുപ്പാണ് ഇപ്പോൾ നടത്താൻ വേണ്ടി പോകുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാകും. ഇന്നലെ മുനമ്പം കമ്മിറ്റിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് നിങ്ങൾക്കത് ബോധ്യപ്പെട്ടല്ലോ. ശരി ഏതാണെന്ന് കാലം അടയാളപ്പെടുത്തും. ഞങ്ങൾ ശരി മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ഇങ്ങനെ വിവിധങ്ങളായ അഭിപ്രായ പ്രകടനങ്ങൾ വരുമ്പോൾ സ്ഥായിയായൊരു പരിഹാരത്തിനുള്ള യഥാർത്ഥ ജുഡീഷ്യൽ പോംവഴി എന്താണ്, അതിൻ്റെ നിർദ്ദേശം തരാനാണ് CNRനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം മെയ് മാസത്തിൽ തീർക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു. കോടതി അക്കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നേരത്തെ ഉണ്ടായ ജഡ്ജ്മെൻറ്റിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് കോടതിയുടെ മുമ്പാകെ എടുക്കുന്ന തീരുമാനം പറയണമെന്നൊഴിച്ചാൽ CN രാമചന്ദ്രനെ കമ്മീഷനാക്കി വെച്ച ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരമുള്ള നടപടി പൂർണ്ണമായും ശരിയാണെന്ന് അംഗീകരിച്ചത് ഇങ്ങനെ പരിശോധന നടത്താനുള്ള സർക്കാരിൻ്റെ ഒരു അവകാശത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള അതിന് അടിവരയിടുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം. അല്ല, ഞാൻ പറഞ്ഞത് നുഴഞ്ഞു കയറുന്നു എന്നല്ല, നുഴഞ്ഞു കയറാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ശ്രമം നടത്തുന്നു. ആ ശ്രമമൊന്നും സ്ഥായിയായ വിജയത്തിലെത്തില്ല. ഞങ്ങളെന്തായാലും നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരല്ല, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. ഇതിൻ്റെ ന്യായാന്യായങ്ങൾ എത്രയോ കാലമായി നടക്കുന്ന സമരമാണ്. അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യനാണ്. വേണമെങ്കിൽ 1 മണിക്കൂറോ ഒരു ദിവസമോ ഒരു ചെറിയ കാലമോ അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ആ തെറ്റിദ്ധാരണ സ്ഥായിയായി മുന്നോട്ട് പോകില്ല. കാരണം ചരിത്രം അതിൻ്റെ കൃത്യത രേഖപ്പെടുത്തും. എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശത്തിന് അർഹതയുണ്ടാകുക? കേരളം മുഴുവൻ പരിശോധിച്ചാൽ എത്രയോ സമരങ്ങളെ എത്രയോ ജനങ്ങളുടെ പ്രശ്നങ്ങളെ യഥാർത്ഥ നീതി കൊണ്ട് നമ്മൾ പരിഹരിച്ച അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു പേടിയുമില്ല. അത്തരത്തിലുള്ള താൽക്കാലിക വിജയങ്ങളല്ല, അവരുടെ സ്ഥായിയായ പരിഹാരമായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. സ്വാഭാവികമായിട്ടും അവരെല്ലാവരെയും ഈ സ്ഥലം സന്ദർശനത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളതിൽ നിന്ന് വിഭിന്നമാണെന്ന് കരുതേണ്ട കാര്യമില്ല. ഒരു സ്ഥലവും സന്ദർശിക്കാതെയാണ് ആദ്യത്തെ ഓർഡർ റവന്യൂ വകുപ്പ് മന്ത്രി അധ്യക്ഷനായിട്ടുള്ള യോഗത്തിൽ, റവന്യൂ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും പങ്കെടുത്ത യോഗത്തിൽ, ഉണ്ണികൃഷ്ണൻ MLA യും പങ്കെടുത്ത യോഗത്തിൽ മുൻ ധാരണകളെല്ലാം കൃത്യമായി നോക്കിയിട്ടാണ് അവരുടെ റവന്യൂ അവകാശങ്ങൾ അവിടെ കൊടുക്കണം എന്ന് ഞങ്ങൾ വാദിച്ചത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നെ വേറെ സന്ദർശനങ്ങൾ, ഈ പറയുന്നത് പോലെ മുതലെടുപ്പുകൾ, സ്വീകരണങ്ങൾ, അത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.